നിഖിൽ, സ്വപ്നതുല്യമായ ഫൈനൽ പ്രവേശം, അങ്ങനെ തന്നെ പറഞ്ഞേ മതിയാകൂ ഇന്ത്യയുടെ സെമി പോരാട്ട വിജയത്തെ. തോൽക്കുമെന്ന് തോന്നിപ്പിച്ചിടത്തു നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുവന്ന് ഫൈനൽ പ്രവേശം സാധ്യമാക്കിയ ഒരുപിടി താരങ്ങൾ ഒരു സംഘമായി കളിച്ച്, കൂട്ടായി കളിച്ച് വിജയത്തിലേക്ക് എത്തുന്നു. ഒരു പക്ഷേ കാണികൾക്ക് നടുവിൽ ഇന്ത്യക്ക് തന്നെയല്ലേ നേരിയ മുൻതൂക്കം? അതായത് അസാധ്യം എന്ന് തോന്നിച്ച സ്ഥലത്ത് നിന്നൊരു വിജയം സ്വന്തമാക്കി ഫൈനലിലേക്ക് എത്തുന്നതിൻ്റെ എല്ലാ ആത്മവിശ്വാസവും ടീം ഇന്ത്യയിലുണ്ട്, ഭാരതത്തിലുണ്ട്. കാരണം ഓസ്ട്രേലിയ പോലൊരു ടീം എനിക്ക് തോന്നുന്നു വനിതാ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇല്ലാത്ത ഒരു ഫൈനൽ മത്സരത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ ഓസ്ട്രേലിയ, കരുത്തരായ ഓസ്ട്രേലിയ, കാരണം പുരുഷ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ നമുക്കറിയാം പണ്ട് മുതൽ ഇങ്ങോട്ട് അവർ ഈ നോക്കൗട്ട് സ്റ്റേജിൽ, പ്രത്യേകിച്ച് സെമി ഫൈനലും ഫൈനലും ഒക്കെ അവർ പുലർത്തുന്നൊരു ആധിപത്യം അത് വളരെ വലുതാണ്. അത്തരത്തിൽ തന്നെയാണ് വനിതാ ക്രിക്കറ്റിലും അവർ പുലർത്തുന്നൊരു ആധിപത്യം. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒക്കെ കൃത്യതയാർന്ന പ്രകടനം കൊണ്ട് ശ്രദ്ധേയമാണ് ഓസ്ട്രേലിയയുടെ പ്രകടനങ്ങൾ. അവരെ തകർത്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ പെൺപുലികൾ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ, അതായത് തുടക്കത്തിൽ ടീമിന് വന്ന ചില പാളിച്ചകൾ ഒക്കെ അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ടീം ഇന്ത്യ സെമിയിലേക്ക് ഇറങ്ങിയത്. സെമി പ്രവേശം പോലും വളരെ ക്രൂഷ്യലായ രീതിയിൽ നിന്നാണ് സെമിയിലേക്കൊക്കെ ഭാരതം പ്രവേശിച്ചത്. അവിടെ നിന്നാണ് ഭാരതം ഈ ഒരു ഫൈനലിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് ബാറ്റിങ്ങിൽ ഒപ്പം ബൗളിങ്ങിൽ. ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 300-ന് മുകളിലൊരു റൺസൊക്കെ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സെമി ഫൈനൽ പോലൊരു നിർണായക മത്സരത്തിൽ 300-ന് മുകളിലൊരു റൺസ് ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു ടീമിന് അത് വലിയൊരു ദുഷ്കരമാണ്. കാരണം അത്രത്തോളം വലിയ പ്രഷർ ഉണ്ടാവും ടീമിന്. ആ ഒരു പ്രഷറിനെ മറികടന്നുകൊണ്ടാണ് ടീം ഇന്ത്യ സെമിയിൽ വിജയിച്ചത്. ഓസ്ട്രേലിയ തകർത്തത് അങ്ങനെയാണ്. നമുക്കറിയാം ബാറ്റിങ്ങിലെ പ്രകടനം, അത് ബാറ്റിങ്ങിൽ ചെറിയ ചില മാറ്റങ്ങൾ സെമിയിൽ വന്നിരുന്നു. ഷഫാലി വർമ്മ ഇപ്പോൾ ഒരാൾ ഓപ്പണിങ്ങിലേക്ക് വരുന്നു, പക്ഷേ ഷഫാലിക്ക് തിളങ്ങാനായില്ല. പക്ഷേ അവിടെ നിന്ന് ഹർമൻപ്രീത്, നായകൻ ഹർമൻപ്രീത്, ക്യാപ്റ്റൻ ഹർമൻപ്രീതിൻ്റെ പ്രകടനം, ഒപ്പം ജെമിമ റോഡ്രിഗസ് എന്ന യുവതാരത്തിൻ്റെ പ്രകടനം, ഇത് രണ്ടുമാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് പറയാൻ സാധിക്കും. ജെമിമയെ സംബന്ധിച്ച് പല മത്സരങ്ങളിലും നമുക്കറിയാം വനിതാ പ്രീമിയർ ലീഗ് അടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്, ഡൽഹിയുടെ താരമാണ് ജെമിമ റോഡ്രിഗസ്. ജെമിമയുടെ ഒരു പ്രകടനം അത് ഫൈനലിൽ നിർണായകമായി എന്ന് പറയാം. ഒപ്പം നിർണായക മത്സരങ്ങളൊക്കെ ടീമിന് കരുത്തായി നിൽക്കുന്ന ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗറിൻ്റെ പ്രകടനം അതും എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും വനിതാ ടീമിനെ പുരുഷ ടീമുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, സ്മൃതി മന്ദാനയും വിരാട് കോഹ്ലിയുമായി താരതമ്യം ചെയ്യുന്നു. ആ ഒരു രീതിയിലേക്ക്, അതായത് ഒരു പോസ്റ്റർ രീതിയിലേക്ക്, അതായത് പോസ്റ്റർ ബോയിയായി എല്ലാവരും വിരാട് കോഹ്ലി കാണുമ്പോൾ പോസ്റ്റർ ഗേളായി എല്ലാവരും സ്മൃതി മന്ദാനെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണ് ഹർമൻപ്രീത് കൗർ. കാരണം രോഹിത് ശർമ്മ എത്രത്തോളം നമ്മൾ പുരുഷ ടീമിൻ്റെ, ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു നായകൻ അല്ലെങ്കിൽ മുന്നിൽ നയിക്കുന്ന ഒരു ലീഡർ എന്ന് എത്രത്തോളം നമ്മൾ നോക്കിക്കാണുന്നു, അതേപോലെ തന്നെ കാണേണ്ട ഒരു താരമാണ് ഹർമൻപ്രീത് കൗർ. ഗംഭീരമായൊരു ക്യാപ്റ്റൻസി എന്ന് എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. നിർണായക മത്സരങ്ങളിൽ ഒരു ടീമിനെ നയിക്കുന്ന ആ ഒരു പ്രകടനം, ഒപ്പം നിർണായക ഘട്ടങ്ങളിൽ ടീമിന് അനിവാര്യമാകുന്ന ഘട്ടങ്ങളിലുള്ള ഒരു പ്രകടനം ഹർമൻപ്രീതിൻ്റെ ഭാഗത്തു നിന്ന്, അത്തരത്തിലൊരു പ്രകടനം എന്തായാലും നമ്മൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രകടനം ഒക്കെയാണ് സെമിയിൽ നിർണായകമായത്.